ഇത് വിശ്വാസപരമായിട്ട് തന്നെ ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ, ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബിഗിനിങ് ടു എൻഡ് എഡ്ജ് ഓഫ് ദ സീറ്റിലിരുത്തി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ദൈവത്തെ തോൽപ്പിച്ച് വന്നവന്റെ വിജയമാണ്. അടിപൊളി പടമാണ്. നല്ലൊരു ചിത്രം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, മതത്തെ അത് കൈകാര്യം ചെയ്യുന്ന രീതി എപ്പോഴും നമുക്ക് വിമർശനത്തിന് കാരണമാകാറുണ്ട്. പക്ഷേ ഇത് വിശ്വാസപരമായിട്ട് തന്നെ ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ, ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും അതേ മതത്തിൻ്റെ ഓരോ വിഷയങ്ങളും ആ കറക്റ്റ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്ത്, നല്ലൊരു ദൃശ്യാവതരണം, അതേപോലെ തന്നെ അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ലുക്മാൻ്റെ ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരുന്ന പടമാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എഡ്ജ് ഓഫ് ദ സീറ്റിലിരുത്തി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ നവാസ് എൻ്റെ പ്രിയ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യും. നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അത് ഗംഭീര പെർഫോമൻസ് വൈസും എല്ലാം അതേ പിടിച്ചിരുന്നെങ്കിൽ എല്ലാ ഘടകവും വേണമല്ലോ. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഭയങ്കര നന്നായിട്ടുണ്ട്. ഒരു രക്ഷയാണ് പടം, സൂപ്പർ പടം. എന്ന് വെച്ചാലേ ദൈവത്തെ തോൽപ്പിച്ച് വന്നവന്റെ വിജയമാണ്. പടം എല്ലാവരും കാണാം തിയേറ്ററിൽ. അത്രയും മസ്റ്റ് വാച്ചിങ് ആണ്. ഒരു ഇതുമില്ല. നമ്മൾ നടന്ന സംഭവങ്ങളാണ്, പക്ഷെ അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് നമുക്ക് മനസ്സിലാവണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ലുക്മാനും എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്. പടം സൂപ്പറായിരുന്നു. കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം. നന്നായിട്ടുണ്ട്. കണ്ട പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇത് മസ്റ്റ് വാച്ച് ഫിലിമാണ്. കുറച്ച് നേരമുള്ള ഇപ്പോൾ ഒരു ഭയങ്കര രസമായിട്ടിരുന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു. റിയലൻസ് ആളുകൾക്ക് ഒരു നിമിഷം കണ്ണ് നിറയിച്ചിട്ടാണ് ഇവിടുന്ന് അവ പറഞ്ഞത്. അങ്ങനെ തന്നെ ഫീൽ ചെയ്തോ? അങ്ങനെയുണ്ട്. നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ പറയണം എങ്ങനെയുണ്ട്. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു പടം കാണാൻ പറ്റി. അടുത്തിരുന്ന കൂട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ പ്രേക്ഷകരും പറഞ്ഞു നന്നായിട്ടുണ്ട്. അതിന് നമുക്ക് സന്തോഷം. അതൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. നല്ല മേക്കിംഗ് ആണ്. എല്ലാ ആർട്ടിസ്റ്റും ഗ്രൂപ്പടക്കം എല്ലാവരും ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ സന്തോഷം. നമ്മുടെ സിനിമയാണല്ലോ, നമ്മൾ തന്നെ കുറെ പറയാതെ അശോകൻ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് നന്നായി വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ബാക്കി എന്താ വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ. നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നത് അവർ പറയട്ടെ. നിങ്ങളെ കണ്ടവരൊക്കെ അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. സിനിമ ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ വന്നു. അപ്പോൾ അതാണ് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടിട്ട് പറയണം. കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് എത്തിയ ആൾക്കാർ കൂടുതലായിട്ട് വരണം എന്നാണ് എനിക്ക് ആകെയുള്ള റിക്വസ്റ്റ്. ബിക്കോസ് നല്ലൊരു മൂവിയാണ്. എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി എന്നെ തന്നെ. ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. സോ പ്ലീസ് എല്ലാവരും കാണണം. സന്തോഷം. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചത് അതുപോലെ ആ ഒരു ഇമോഷൻസ് കണക്ട് ആയിട്ടുള്ള വന്നു എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. ടർക്കിഷ് തർക്കം മീൻ അതിനുള്ള ഉണ്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇനി റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. ടർക്കിഷ് തർക്കം തിയേറ്ററിൽ തന്നെ കാണാനുള്ളത് ഉണ്ട് എന്നാണ്. നിങ്ങളൊക്കെ കണ്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും പറയാം. താങ്ക് യു. സിനിമയിലെ ഏറ്റവും അടിപൊളി ക്യാരക്ടർ ചേട്ടൻ്റെ ആയിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു? പടം കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായ? എല്ലാവരും കാണട്ടെ. കാണുന്നു തോന്നുന്നു. പടം വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെയാണ്. ഞാനും ഹാപ്പിയാണ്. കുറെ കാലത്തിന് ശേഷം നല്ല റോൾ കിട്ടിയത്. എല്ലാവരോടും കാണാൻ പറ. എല്ലാവരും കാണണം. നല്ല പടമാണ്. വ്യത്യസ്തമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. അടിപൊളി പടമാണ്. കണ്ടിരിക്കാം. ഒരുപാട് സന്തോഷം. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം ഞങ്ങളാരും കണ്ടിരുന്നില്ലേ, പടം ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാ കാണണേ. ഒരുപാട് സന്തോഷം. എല്ലാവരും വളരെ നന്നായി ചെയ്തത്. നല്ല സിനിമയാണ്. കുറേ പേരെ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കഥ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഭയങ്കര പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പടം നല്ല മൂവിയായിരുന്നു. ഒരു ഇമോഷണലും ത്രില്ലറും റിലീജിയനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മൂവി തന്നെയായിരുന്നു. നല്ല മൂവിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല അത്
ഈ പോയേക്കുന്ന ഒരു ഫിലിമിന്റെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരു മൂവിയാണല്ലോ. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് കാണുമ്പം. ആ ഒരു സിറ്റുവേഷൻ നമുക്കും നമ്മുടെ ഉള്ളിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കാണുമ്പോൾ. സോ അത് നല്ലൊരു മൂവിയായിരുന്നു. പടം എങ്ങനെ ത്രില്ലറാണോ അതോ ഒരു ഇമോഷണൽ ട്രാക്കാണോ? ത്രില്ലറും ആണ്. കാരണം അത് എൻ്റെ വരെയും ആ ഒരു ഇതിലോട്ട് അത് എന്താകും എന്നുള്ളൊരു ആകാംക്ഷ നമ്മളിലോട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. സോ അതൊരു ത്രില്ലിംഗ് ബേസിസിൽ തന്നെയാണ്. കൊള്ളാം. ഇമോഷൻസ് ഒത്തിരി ഉണ്ട്. നമുക്കും അത് ഒരു വിഷമം ഒക്കെ നമ്മൾക്കും വരുന്നുണ്ട് അത് കാണുമ്പോൾ. നല്ലതാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ മസ്റ്റ്